ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 13 ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുന്ന ചില ചോദ്യങ്ങൾ. ബാക്ക്ഗ്രൗണ്ട് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. അതിൽ മഹാത്മാഗാന്ധിയുടെ ഏർലി സ്ട്രഗിൾസ്, ആദ്യകാല പ്രക്ഷോഭങ്ങൾ. ഇൻ 1917 ഗാന്ധിജി സക്സസ്ഫുള്ളി ലെഡ് ചമ്പാരൻ മൂവ്മെൻറ്റ്. 17 ചമ്പാരൻ മൂവ്മെൻറ്റാണ് ആദ്യമായിട്ട് വിജയകരമായി നയിച്ചത്. ഇതിൽ കൃഷിക്കാർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ ചമ്പാരൻ പ്രസ്ഥാനം നയിച്ചത്. ത്രൂ ദിസ് മൂവ്മെൻറ്റ് ഹി വാണ്ടഡ് ടു സീക്ക് സെക്യൂരിറ്റി ഓഫ് ദ പെസൻസ് ആൻഡ് ദെയർ ഫ്രീഡം ടു കൾട്ടിവേറ്റ് ക്രോപ്പ് ഓഫ് ദെയർ ചോയ്സ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള വിള കൃഷി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയാണ് ചമ്പാരൻ സമര പ്രസ്ഥാനത്തെ അദ്ദേഹം അനുകൂലിച്ചത്. 18 ഒരു സ്ട്രൈക്ക് അദ്ദേഹം നടത്തിയത് ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികൾക്ക് വേണ്ടി. അഹമ്മദാബാദിലെ ടെക്സ്റ്റൈൽ മിൽ വർക്കേഴ്സിന് വേണ്ടിയാണ് 1918 അദ്ദേഹം ഒരു സ്ട്രൈക്ക്, ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക് നടത്തിയത്. അതിനുശേഷം ഫസ്റ്റ് വേൾഡ് വാർ വന്നപ്പോഴേക്കും ഗവൺമെൻറ് സെൻസർഷിപ്പ് നടത്തി, എല്ലാ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. ഈ ആളുകൾക്കും അല്ലെങ്കിൽ പ്രസ്സിനും സെൻസർ അത് കൂടുതൽ സംസാരിക്കുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള സെൻസർഷിപ്പ്. അറ്റ് ദ റെക്കമെൻഡേഷൻ ഓഫ് റൗലറ്റ് കമ്മിറ്റി ദീസ് പോളിസീസ് വെർ കണ്ടിന്യൂഡ്. അതിൽ സെൻസർഷിപ്പിൻ്റെ കൂടെ തന്നെ വിചാരണ നടത്താതെ തടങ്കിൽ വെക്കാൻ പറ്റുക, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. ആളുകൾ ഒരു പ്രക്ഷോഭം നടത്തിയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് നടത്തിയാൽ തന്നെ തടങ്കിൽ വെക്കാനുള്ള നിയമമായിരുന്നു റൗലറ്റ് കമ്മിറ്റി ശുപാർശ ചെയ്തത്. സോ ഇൻ റെസ്പോൺസ് ടു ഇറ്റ് ഗാന്ധിജി കോൾഡ് ഫോർ നേഷൻ എ വൈഡ് ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് റൗലറ്റ് ആക്ട്. ഈ റൗലറ്റ് ആക്ടിനെതിരെ ഒരു ബന്ദ് നടത്താനായിട്ട് ഗാന്ധിജി ആവശ്യപ്പെട്ടു, രാജ്യവ്യാപകമായി ആവശ്യപ്പെട്ടു. ഇൻ പഞ്ചാബ് ഓപ്പോസിഷൻ വാസ് ക്വൈറ്റ് ഇൻറ്റൻസ്. പഞ്ചാബിൽ എതിർപ്പ് വളരെ രൂക്ഷമായിരുന്നു. ഗാന്ധിജി പഞ്ചാബിലെ ലോക്കൽ കോൺഗ്രസ് ലീഡേഴ്സിനെ കാണാൻ പോയപ്പോൾ അവിടെ വെച്ച് തടഞ്ഞു വെക്കുകയും മറ്റു പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി 1919 മറ്റൊരു വലിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. കാരണം ഈ റൗലറ്റ് ആക്ടിനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച ഒരു കൂട്ടം ആളുകളെ അമൃത്സറിൽ വെച്ച് അവരുടെ നേരെ വെടിയുതിർത്തു. 1919 ജാലിയൻ വാലാബാഗ് മാസക്കേർ ഉണ്ടായത്, കൂട്ടക്കൊല ഉണ്ടായത്. ബ്രിട്ടീഷ് ബ്രിഗേഡിയർ ഡയറാണ് തൻ്റെ സൈനികരോട് അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒരു സമ്മേളനം, സമാധാനപരമായൊരു സമ്മേളനമായിരുന്നു അവിടെ, അതിന് നേരെ വെടിയുതിർത്തു. ഒരുപാട് പേര് കൊല്ലപ്പെടുകയുണ്ടായി. ഏകദേശം 400 പേരോളം മരിച്ചു. ദിസ് ഷോക്ക് ദ നേഷൻ ആൻഡ് വെരി ഡീപ്പ് റിസെൻറ്റ്മെൻറ്റ് ഓഫ് ആങ്കർ വാസ് ബ്രൂവിങ് ഇൻസൈഡ് ഇന്ത്യൻസ്. ഇന്ത്യൻസിൻ്റെ ഉള്ളിൽ വളരെ ദേഷ്യം തോന്നുന്ന വികാരം ഉണ്ടാകുകയും ചെയ്തു. ഇറ്റ് വാസ് ദ റൗലറ്റ് സത്യാഗ്രഹ ദാറ്റ് മെയ്ഡ് ഗാന്ധിജി എ ട്രൂ നാഷണൽ ലീഡർ. അപ്പോൾ ഈ റൗലറ്റ് ആക്ടിനെതിരെ നടത്തിയ സത്യാഗ്രഹമാണ് ഗാന്ധിജിയെ ഒരു യഥാർത്ഥ ദേശീയ നേതാവാക്കി മാറ്റിയത്. അതിനുശേഷം അദ്ദേഹം ആഹ്വാനം ചെയ്തത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഒരു കാരണവശാലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി സഹകരിക്കരുത് എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബോൾഡൻ ബൈ ഇറ്റ് സക്സസ് ഗാന്ധിജി കോൾ ഫോർ ക്യാമ്പയിൻ ഓഫ് നോൺ കോഓപ്പറേഷൻ വിത്ത് ബ്രിട്ടീഷ് റൂൾ. ഇന്ത്യൻസ് were asked to renunciate all voluntary association with British government. ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായുള്ള എല്ലാ സംഘടനകളും ഉപേക്ഷിക്കാൻ മഹാത്മാഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഗാന്ധിജി അതുപോലെ തന്നെ ബിലീവ്ഡ് ഇൻ ഇഫ് നോൺ കോപ്പറേഷൻ വാസ് ക്യാരിഡ് എഫക്റ്റീവ്ലി ബ്രിട്ടീഷ് വുഡ് ലീവ് ദ കൺട്രി വിത്തിൻ എ ഇയർ. അദ്ദേഹം വിശ്വസിച്ചു ഈ നിസ്സഹകരണ പ്രസ്ഥാനം ശരിയായ രീതിയിൽ ഫലപ്രദമായി നടപ്പാക്കിയാൽ ബ്രിട്ടീഷുകാർ 1 വർഷത്തിനുള്ളിൽ തന്നെ പുറത്തു പോകും, നാട്ടിൽ നിന്ന് പോകും, ഭാരതം വിട്ടുപോകും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ അക്കാലത്ത് തന്നെയാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റും വന്നത്. അപ്പം നിസ്സഹകരണ പ്രസ്ഥാനവും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഖിലാഫത്ത് മൂവ്മെൻറ്റും ഒന്നിച്ച് പോയപ്പോൾ നാഷണൽ മൂവ്മെൻറ്റ് വളരെ ശക്തിപ്പെടുകയാണ് ചെയ്തത്. ടു ഫർദർ സ്ട്രെങ്തൻ ദ മൂവ്മെൻറ്റ് ആൻഡ് യൂണിറ്റി among the fellow
Indians, he joined hand with Khilafat movement. Khilafat മൂവ്മെൻറ്റിൻ്റെ കൂടെ അദ്ദേഹം ചേർന്നു. ഖിലാഫത്ത് മൂവ്മെൻറ്റ് നയിച്ചുകൊണ്ടിരുന്നത് മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്താണ്. അവർ ഖലീഫയുടെ അധികാരം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രക്ഷോഭമാണത്. According to Gandhiji, by intermixing of non-cooperation and Khilafat movement, the two major religious community. അപ്പോൾ ഈ മഹാത്മാഗാന്ധി ഈ രണ്ട് പ്രസ്ഥാനവും ഒന്നിപ്പിച്ചപ്പോൾ മുസ്ലിംസും അതുപോലെ ഹിന്ദുക്കളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. അത് തീർച്ചയായിട്ടും കൊളോണിയൽ റൂള് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. കുട്ടികൾ വിദ്യാലയങ്ങൾ ഉപേക്ഷിച്ചു. കോളേജുകളിൽ നിന്ന് ബിരുദ നേടാൻ പോകുന്ന കോളേജ് വിദ്യാർത്ഥികൾ കോളേജ് ഉപേക്ഷിച്ചു. വക്കീലന്മാർ കോടതിയിൽ പോക്കുപേക്ഷിച്ചു. അതുപോലെ തൊഴിലാളികൾ സമരം നടത്തി. അതുപോലെ ട്രൈബ്സ് ഇൻ ആന്ധ്രാപ്രദേശ് വയലേറ്റ് ഫോറസ്റ്റ് ലോ, വനനിയമം ലംഘിച്ചു. ആദിവാസികൾ അവർ കാട്ടിൽ കയറി അവരുടെ വിഭവങ്ങൾ എടുക്കാൻ തുടങ്ങി. കർഷകരെല്ലാം തന്നെ ടാക്സ് കൊടുക്കലും നിർത്തി. ഇങ്ങനെ എല്ലാ വിധത്തിലും നിസ്സഹരണം. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുമായിട്ട് സഹകരിക്കില്ല. അമേരിക്കൻ ബയോഗ്രഫർ ഓഫ് മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രകാരൻ ലൂയി ഫിഷർ എഴുതി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ നോൺ കോർപ്പറേഷൻ ബിക്കം ദ നെയിം ഓഫ് ആൻ എപ്പോക്ക് ഇൻ ദ ലൈഫ് ഓഫ് ഇന്ത്യ ആൻഡ് ഗാന്ധിജി. ഗാന്ധിജിയുടെയും ഭാരതത്തിൻ്റെയും ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നിസ്സഹരണ പ്രസ്ഥാനം എന്ന് അദ്ദേഹം എഴുതി. ഇറ്റ് വാസ് ട്രെയിനിങ് ഫോർ സെൽഫ് റൂൾ. ഇത് സ്വയം ഭരിക്കുന്നതിനുള്ളൊരു പരിശീലനമാണ്. ഈ പ്രസ്ഥാനം കാരണം ബ്രിട്ടീഷ് സർക്കാർ അല്പം ഭയന്നു. അവർക്ക് മനസ്സിലായി ഇവരുമായിട്ട് ചേർന്ന് സഹകരിച്ചു പോയില്ല എങ്കിൽ ഇവർ യാതൊരു വിധത്തിലും തങ്ങളുമായിട്ട് ഒത്തുപോയില്ല, നിസ്സഹരണ പ്രസ്ഥാനത്തിലൂടെ മുന്നോട്ട് പോകുന്നു മനസ്സിലായി. In February 1922, Gandhiji called off non-cooperation movement due to the untoward incident of burning of police station in Chaurichara, in which several constables were burned to death. ഇപ്പോൾ 22 ഈ നോൺ കോഓപ്പറേഷൻ ഗാന്ധിജിക്ക് പിൻവലിക്കേണ്ടി വന്നു. കാരണം നിസ്സഹരണ പ്രസ്ഥാനം അദ്ദേഹം പിൻവലിച്ചു. കാരണം ചൗരിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഈ സമരം നടത്തിയിരുന്ന ആളുകൾ കത്തിച്ചു. പോലീസ് സ്റ്റേഷനിൽ കത്തിച്ചപ്പോൾ അനേകം കോൺസ്റ്റബിൾമാർ അതിൽ അവരെ കൊന്നു. അത് വെന്തു മരിച്ചു. അതുകൊണ്ട് തന്നെ ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ഉടനെ തന്നെ പിൻവലിച്ചു. During the non-cooperation movement, thousands of Indians were put in jail. ഇപ്പോൾ ഒരുപാട് ആളുകളെ ജയിലിലടച്ചു. ഈ ഇൻസിഡൻറ്റിൻ്റെ പേരിൽ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. കാരണം ഗാന്ധിജിയാണ് നിസ്സഹരണ പ്രസ്ഥാനം ആഹ്വാനം ചെയ്തത്. ചാർജ്ഡ് വിത്ത് സെഡിഷൻ ആൻഡ് അവാർഡഡ് ഹിം 6 years ഇംപ്രിസൺമെൻറ്റ്. ഇതിൻ്റെ പേരിൽ അദ്ദേഹം 6 വർഷം ജയിലിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ടാണ് ജയിലിൽ കിടന്നത്. ഇനി സോൾട്ട് സത്യാഗ്രഹമാണ്. 22 ജയിലിലടച്ചു. തീർച്ചയായിട്ടും 6 വർഷം അദ്ദേഹത്തിന് ശിക്ഷയും ലഭിച്ചു. ഇനി 1928 there was anti-Simon Commission movement. സൈമൺ കമ്മീഷനെതിരെ ഒരു പ്രക്ഷോഭമുണ്ടായി. in which Lala Lajpat Roy was brutally lathi charged and later he succumbed to it. അദ്ദേഹം സൈമൺ വിരുദ്ധ കമ്മീഷൻ പ്രസ്ഥാനമാണ് ലാലാ ലജ്പത് റായിയെ ക്രൂരമായി ലാത്തി ചാർജ് ചെയ്യുകയുണ്ടായി. 28 മറ്റൊരു കലാപവും കൂടി ഉണ്ടായി, സത്യാഗ്രഹം ഉണ്ടായി, ബർദോളി കലാപം. അപ്പോൾ ബർദോളി സത്യാഗ്രഹം 28. അതുപോലെ 28 മറ്റൊരു സംഭവം ഉണ്ടായിരുന്നത് രാഷ്ട്രീയ ആക്ടിവിസം ആരംഭിച്ചു. അപ്പം ഇത്രയും 28 ഇത്രയും സംഭവങ്ങളുണ്ടായിരുന്നു. 1929 ആയപ്പോൾ ഒരു കോൺഗ്രസ് സെഷൻ വാസ് ഹെൽഡ് അറ്റ് ലാഹോറിലൊരു മീറ്റിംഗ് കോൺഗ്രസ് സമ്മേളനം നടന്നു. അതിൽ നെഹ്റുവിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. ഇൻ ദിസ് സെക്ഷൻ പൂർണ്ണ സ്വരാജ് എന്നുള്ള ഒരു മുദ്രാവാക്യം ഇവരുണ്ടാക്കി. അതായത് 1930 26 ജനുവരിയിൽ റിപ്പബ്ലിക് ഡേ ആയിട്ട് അവർ സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. ഇനി ദണ്ഡി മാർച്ച്
ആഫ്റ്റർ റിപ്പബ്ലിക് ഡേ ഒബ്സർവൻസ്, അപ്പോൾ ഈ 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞ റിപ്പബ്ലിക് ഡേ ആയിട്ട് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അത് പ്രഖ്യാപിച്ചതിന് ശേഷം ഗാന്ധിജി അനൗൺസ് ഈസ് പ്ലാൻ ടു മാർച്ച് ടു ബ്രേക്ക് സോൾട്ട് ലോ, ഉപ്പ് നിയമം ലംഘിക്കുവാനുള്ള ഒരു മാർച്ച് നടത്തുവാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദിസ് ലോ വാസ് വൈഡ്ലി ഡിസ്ലൈക്ഡ് ബൈ ഇന്ത്യൻസ് ആസ് ഇറ്റ് ഗേവ് സ്റ്റേറ്റ് എ മൊണോപ്പൊളി ഇൻ മാനുഫാക്ചർ ആൻഡ് സെയിൽ ഓഫ് സോൾട്ട്. ഉപ്പ് നിർമ്മിക്കുവാനും വിൽക്കുവാനും ഉള്ള അവകാശം കുത്തക ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയതുകൊണ്ട് ജനങ്ങൾ അത് ലംഘിക്കാൻ ഉപ്പ് നിയമം, ഉപ്പിന് അധികം വിലയും കൊടുക്കേണ്ടി വന്നു വാങ്ങിക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നിയമം ലംഘിക്കാൻ മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തു. അപ്പം 12th March 1930 ഗാന്ധിജി ബിഗാൻ ഹിസ് മാർച്ച് ഫ്രം ആശ്രം ടു ഓഷ്യൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക്, ബീച്ചിലേക്ക് മാർച്ച് ചെയ്തു. ഹി റീച്ച് ടു ഷോ ആൻഡ് മെയ്ഡ് സോൾട്ട്. അവിടെ ചെന്നിട്ട് കടൽ വെള്ളമെടുത്ത് ഉപ്പുണ്ടാക്കി. ആൻഡ് ദർ ബൈ മേക്കിംഗ് ഹിംസെൽഫ് ക്രിമിനൽ ഇൻ സൈറ്റ് ഓഫ് ലോ. അപ്പം നിയമം ലംഘിച്ചു, നിയമം ലംഘിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം കുറ്റവാളിയായി മാറി. Many parallel salt marches were took during this time in other part of the country. രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ സമാന്തരമായ ഉപ്പ് നിയമ ലംഘനങ്ങളൊക്കെ നടത്തി. Movement was supported by peasants, working class, factory workers, lawyers and even Indian officials in British government supported it and left their jobs. അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൃഷിക്കാരും തൊഴിലാളി വർഗവും ഫാക്ടറി തൊഴിലാളികൾ, അതുപോലെ ബ്രിട്ടീഷ് സർക്കാരിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ, ഇതെല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജോലി ഉപേക്ഷിച്ചു. ലോയേഴ്സ് ബോയ്ക്കോട്ടഡ് ദ കോർട്ട്, അതുപോലെ കോടതി ബഹിഷ്കരിച്ചു വക്കീലന്മാർ. പെസൻറ്റ് സ്റ്റോപ്പ് പേയിങ് ടാക്സസ്, ട്രൈബൽ ബ്രോക്ക് ഫോറസ്റ്റ് ലോസ്. അപ്പോൾ ഇതെല്ലാമായിരുന്നു ഇവിടെ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോയി ഉപ്പ് നിയമം ലംഘിച്ചപ്പോഴും നടത്തിയത്. അതുപോലെ ഫാക്ടറിയിലും മില്ലിലും പണിമുടക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഗവൺമെൻറ് റെസ്പോണ്ടഡ് ബൈ ഡീറ്റെയിനിങ് ദ ഡിസെൻഡേഴ്സ് ഓഫ് സത്യാഗ്രഹീസ് എന്നാണ്. അപ്പോൾ 60,000 ഇന്ത്യൻസ് വെർ അറസ്റ്റഡ്. അപ്പോൾ ഇങ്ങനെ സത്യാഗ്രഹികളെ തടഞ്ഞു വെച്ചിട്ടാണ് സർക്കാർ പ്രതികരിച്ചത്. 60,000 ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു. ഗാന്ധിജി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സിലെ ഉന്നത നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തു. ആൻഡ് അമേരിക്കൻ മാഗസിൻ പറയുന്നത് ടൈം എന്ന് പറയുന്ന മാഗസിൻ വാസ് ഇനീഷ്യലി ഡൗട്ട്ഫുൾ ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഗാന്ധിജി. ആദ്യം ഗാന്ധിജിയുടെ ശക്തിയെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ അഹിംസാ തലത്തിൽ നിന്നിട്ട് അക്രമരഹിതമായി എങ്ങനെ നേടാൻ സാധിക്കും. അതുപോലെ സോൾട്ട് മാർച്ചിനെ കുറിച്ച്, ഉപ്പ് സത്യാഗ്രഹം വിജയിക്കുമില്ല എന്ന് ഈ മാഗസിൻ എഴുതി. പക്ഷെ പിന്നീട് ഇറ്റ് റോട്ട് ദാറ്റ് ദിസ് മാർച്ച് മെയ്ഡ് ദ ബ്രിട്ടീഷ് റൂളേഴ്സ് ഡെസ്പെറേറ്റ്ലി ആങ്ഷ്യസ്. അതായത് ബ്രിട്ടീഷ് ഭരണാധികാരിയെ ഇത് വളരെയധികം വിഷമിച്ചു ഉത്കണ്ഠയിലാക്കി എന്ന് അവർ തന്നെ തിരുത്തി എഴുതി. ദീസ് റൂളേഴ്സ് വർ നൗ സ്റ്റാർട്ടഡ് കൺസിഡറിങ് ഗാന്ധി ആസ് എ സെയിൻറ്റ്. അപ്പോൾ ഈ ഭരണാധികാരികൾ ഗാന്ധിജിയെ ഒരു മഹാത്മാവായിട്ടും ഒരു സ്റ്റേറ്റ്മാനായിട്ടും ഒരു പൊളിറ്റീഷ്യനായിട്ടൊക്കെ കാണാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിൻ്റെ നയങ്ങളെല്ലാം ആ രീതിയിലായിരുന്നു. ഇനി ദണ്ഡി മാർച്ച് നടത്തിയതിൻ്റെ പ്രാധാന്യം, അതുകൊണ്ടുണ്ടായ 3 നേട്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ദണ്ഡി മാർച്ച് വാസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 3 റീസൺ. 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഗാന്ധിജി എന്ന് പറയുന്ന നേതാവിനെ ലോകം മുഴുവൻ അറിഞ്ഞു. ഇറ്റ് ബ്രോട്ട് മഹാത്മാഗാന്ധി ആൻഡ് ഇന്ത്യ ടു അറ്റൻഷൻ ഓഫ് ദ വേൾഡ്. ഇന്ത്യയെക്കുറിച്ചും മഹാത്മാഗാന്ധിയെക്കുറിച്ചും ലോകം മുഴുവൻ അറിഞ്ഞു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് നാഷണൽ മൂവ്മെൻറ്റ് ഇൻ വിച്ച് വിമൻ പാർട്ടിസിപ്പേഷൻ വാസ് റിയലി വെരി നോട്ടബിൾ. അതിനു മുമ്പ് വരെ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു, പങ്കാളിത്തം. പക്ഷേ ഈ ദണ്ഡി യാത്രയിലാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ കമലാദേവി ചറ്റോപാധ്യായ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവ് പറയുന്നുണ്ട്, പുരുഷന്മാർക്ക് മാത്രമുള്ള പ്രസ്ഥാനമല്ല സ്വതന്ത്ര പ്രസ്ഥാനം, ഇത് സ്ത്രീകൾക്കും കൂടെ ഉള്ളതാണ്. അത് തെളിയിച്ചു. മെനി വിമൻ ഇൻക്ലൂഡിങ് കമൽദേവി ബ്രോക്ക് സോൾട്ട് ആൻഡ് ലിക്വർ ലോ ആൻഡ്
കോട്ടഡ് അറസ്റ്റ്. അതുപോലെ തന്നെ കമലാദേവി ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ത്രീകൾ ഉപ്പ് നിയമം, മദ്യ നിയമങ്ങളൊക്കെ ലംഘിച്ച് അറസ്റ്റ് വരിച്ചു. മൂന്നാമത്തെ പോയിന്റ്, ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വാസ് ദാറ്റ് ദിസ് മൂവ്മെൻറ്റ് ഫോഴ്സ് ദ ബ്രിട്ടീഷ് ടു റിയലൈസ് ദാറ്റ് ദെയർ രാജ് വുഡ് നോട്ട് ലാസ്റ്റ് ഫോർ എവർ. അവരുടെ ഈ ബ്രിട്ടീഷ് രാജ്യം എന്നും നിലനിൽക്കാനൊന്നും പോകുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് അവർക്ക് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ, അതായത് പവർ ഓഫ് ഇന്ത്യക്കാരുടെ ശക്തി മനസ്സിലാക്കാനും ഈ ഉപ്പ് നിയമ ലംഘനത്തിലൂടെ സാധിച്ചു. ഇൻ ജാനുവരി 1931 ഗാന്ധിജി വാസ് റിലീസ്ഡ് ഫ്രം ജയിൽ. അപ്പോൾ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ വിട്ടു. അതിനുശേഷം അദ്ദേഹം മീറ്റിങ്ങുകൾ നടത്തി ബിറ്റ്വീൻ ഗാന്ധി ആൻഡ് ഇർവിൻ കരാറ്, ഗാന്ധി ഇർവിൻ പാക്റ്റ് 1931 അതോടെ നിസ്സഹരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചു. രാഷ്ട്രീയ തടവുകാരെല്ലാവരെയും മോചിപ്പിച്ചു. അതുപോലെ ഉപ്പ് നമുക്ക് സ്വയം ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. Through this pact, civil disobedience movement would be called off, political prisoner will be released and salt manufacturers can make salt near coast. തീരപ്രദേശത്ത് അവർക്കത് ഉണ്ടാക്കാം എന്ന് സ്ഥാപിച്ചു. ഇനി ദിസ് പാക്ട് വാസ് ക്രിറ്റിസൈസ്ഡ് ബൈ റാഡിക്കൽ നാഷണലിസ്റ്റ്. എന്നാൽ ഈ ഇർവിൻ ഗാന്ധി പാക്ട് അത് പലരും ക്രിറ്റിസൈസ് ചെയ്യുകയാണ് ഉണ്ടായത്. ഗാന്ധിജിക്ക് ഒരു പൊളിറ്റിക്കൽ ഈ ഇൻഡിപെൻഡൻസ് ഇല്ല എന്ന ഒരാരോപണമാണ് ഉണ്ടായത്. In later part of 1931, Gandhiji went to attend second round conference as a representative of Congress, and he said his party represent all of India. But 1931 ഗാന്ധിജി സെക്കൻഡ് റൗണ്ട് കോൺഫറൻസിലെ വട്ടമേശ സമ്മേളനത്തിന് പോയി. അവിടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് വരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു അവകാശവാദത്തെ മുസ്ലിം ലീഗ് അംഗീകരിച്ചില്ല. ഞങ്ങളെല്ലാവരും ഇദ്ദേഹം ഇന്ത്യയുടെ എല്ലാവരുടെയും പ്രതിനിധിയല്ല എന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് വിമർശിച്ചത്. സോ ദിസ് കോൺഫറൻസ് റിമെയിൻഡ് ഇൻകൺക്ലൂസീവ്. അതുകൊണ്ട് അതങ്ങനെ പൂർണ്ണമായിട്ട് അത് തീർന്നില്ല. ഗാന്ധിജി റിട്ടേൺ ടു ഇന്ത്യ ആൻഡ് ഡിജക്റ്റഡ് ആൻഡ് റെസ്യൂം സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ്. കാരണം ആ കരാർ അനുസരിച്ചൊന്നും സംഭവിച്ചൊന്നുമില്ല. അതുകൊണ്ട് വീണ്ടും ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ്, നിസ്സഹരണ പ്രസ്ഥാനം വീണ്ടും ആരംഭിച്ചു. In 1935, a Government of India Act came and it promised some part of representative government. അപ്പോൾ അതിലൊരു പുതിയ കാര്യം വന്നത് 1935 ഒരു ഇന്ത്യ ഗവൺമെൻറ് ആക്ട് വന്നു. അതിൽ ഒരു പ്രതിനിധി സർക്കാരിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കാം. 2 years later, election were held. And out of 11 provinces, in 8 provinces, Congress government were formed. അപ്പോൾ 11 പ്രോവിൻസ് ഉള്ളതിൽ 8 പ്രോവിൻസ് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഉണ്ടാക്കിയത്. However, in 1939, Congress government resigned from the office as British declined their offer of cooperation in the war in lieu of granting freedom to India after end of war. അതായത് ലോകമഹായുദ്ധം കഴിയുമ്പോൾ ഭാരതത്തിന് ഫ്രീഡം കൊടുക്കാമെന്ന് പറഞ്ഞതിൽ നിന്ന് പിന്മാറി. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഗവൺമെൻറ് ബ്രിട്ടീഷ് ഓഫീസിൽ നിന്ന് റിസൈൻ ചെയ്തു. 1940 തുടങ്ങി 41 വരെ കോൺഗ്രസ് ഓർഗനൈസ്ഡ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹം. അപ്പോൾ ഈ ഗവൺമെൻറ്റിനെ പ്രഷർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പായി മാറി കോൺഗ്രസ്. അതുപോലെ തന്നെ വ്യക്തിഗത സത്യാഗ്രഹവും സംഘടിപ്പിച്ചു. 40 ആയപ്പോൾ മുസ്ലിം ലീഗും ഇത് തന്നെ ഡിമാൻഡിങ് ഓട്ടോണമി ഫോർ ദ മുസ്ലിം മെജോറിറ്റി ഏരിയ, ഞങ്ങൾക്ക് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയംഭരണ അവകാശം വേണമെന്ന് പറഞ്ഞാൽ അവരും അവരുടേതായ സമരങ്ങൾ നടത്തി. നൗ ഓൾ സ്ട്രഗിൾ ബിക്കെയിം കോംപ്ലിക്കേറ്റഡ്. മൊത്തം പ്രശ്നമായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് പറയുമ്പോൾ പല ഭാഗങ്ങളായി നിന്ന് സമരം ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ബ്രിട്ടീഷ് ദ ഹോൾ സ്ട്രഗിൾ ബിക്കെയിം കോംപ്ലിക്കേറ്റഡ് ആൻഡ് ടുക്ക് എ ഷേപ്പ് ഓഫ് 3-way സ്ട്രഗിൾ ബിറ്റ്വീൻ ബ്രിട്ടീഷ്, കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ്. അപ്പോൾ 3 തലങ്ങളിലേക്കായിട്ട് ഇത് ത്രിരാഷ്ട്ര പോരാട്ടത്തിൻ്റെ ആകൃതി നേടുകയും ചെയ്തു. ഇപ്പം 1942 പ്രൈം മിനിസ്റ്റർ വിൻസെൻ്റ് ചർച്ചിൽ ഒരു
സ്റ്റിഫോർഡ്, വിൻസെൻറ്റ് ചർച്ചിൽ, സ്റ്റാഫോർഡ് ക്രിപ്സിൻ്റെ കീഴിൽ ഇന്ത്യയിലേക്ക് ഒരു കോൺഗ്രസ് ഗാന്ധിജി തമ്മിൽ ഒരു ഒത്തുതീർപ്പ് നടത്താൻ ശ്രമിച്ചു. പല സംസാരങ്ങളും ഉണ്ടായി അവർ തമ്മിൽ. എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ വൈസ്രോയ് ഹാഡ് ടു അപ്പോയിൻറ്റ് ആൻ ഇന്ത്യൻ ആസ് ദ ഡിഫൻസ് മെമ്പർ ഓഫ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. വൈസ്രോയ്ക്ക് എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ പ്രതിരോധ അംഗമായിട്ട് ഒരു ഇന്ത്യക്കാരനെ നിയമിക്കേണ്ടി വന്നു. അപ്പോൾ ഈ മഹാത്മാഗാന്ധിയുടെ ഇടപെടൽ കൊണ്ട് ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. ഇനി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റും കൂടി പറഞ്ഞാൽ ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ക്രിപ്സ് മിഷൻ്റെ പരാജയം, അദ്ദേഹം ഗാന്ധിജിയുമായിട്ട് ചേർന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു സമാധാന ചർച്ച നടത്തിയെങ്കിലും അതൊന്നും അത്രയ്ക്ക് ഫലപ്രദമായില്ല. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഉടനെ തന്നെ 1948 ഓഗസ്റ്റിൽ ബോംബെയിൽ നിന്ന് ഒരു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, അതായത് ഇന്ത്യ വിട്ടുപോവുക ബ്രിട്ടീഷുകാർ, അത് അങ്ങനെയാണ് ആ പ്രസ്ഥാനം ആരംഭിച്ചത്. ഗാന്ധിജി ആൻഡ് അതർ സീനിയർ ലീഡേഴ്സ് വെർ അറസ്റ്റഡ്. അതിൻ്റെ പേരിൽ ഗാന്ധിജിയെയും മുതിർന്ന നേതാക്കളെയും യങ് ആക്ടിവിസ്റ്റിനെയൊക്കെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ചെറുപ്പക്കാരായ ആളുകൾ അവർ വീണ്ടും സ്ട്രൈക്ക് നടത്തി. അപ്പോൾ രാജ്യം മുഴുവൻ പണിമുടക്കും അട്ടിമറിയും ഒക്കെ നടന്നു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ബീയിങ് എ മാസ് മൂവ്മെൻറ്റായി മാറി. അത് ഒരുപാട് ആളുകൾ, സാധാരണക്കാരായ ആളുകൾ അവരുടെ കോളേജും ഒക്കെ വിട്ട് അവർ ജയിലിലേക്ക് പോയി. അവർ ജയിലിൽ നിറക്കൽ സമരമാണ് നടത്തിയത്. അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയി കിടക്കാൻ റെഡിയായി. ഡ്യൂറിങ് ദിസ് ടൈം ആസ് കോൺഗ്രസ് ലീഡേഴ്സ് വെൻ ജയിൽ, Jinnah and other Muslim leaders worked patiently to extend its influence in Punjab and Sindh, where it had secretly any presence. അപ്പോൾ ഇവിടെ കുറേ പേര് ജയിലിൽ കിടന്നപ്പോൾ ജിന്നയും മുസ്ലിം ലീഗ് നേതാക്കളും ഒക്കെ അവരവരുടെ സ്വാധീനം വ്യാപിപ്പിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ 44 ഗാന്ധിജി റിലീസ് ചെയ്തു. വീണ്ടും പ്രിസണിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വന്നു. ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ നടത്തി ജിന്നയുമായി ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു. 1945 ആയപ്പോൾ ലേബർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു ഇംഗ്ലണ്ടിൽ. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിലെത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻസ് 1946 ഇവിടെ കോൺഗ്രസ് പൊതുവിഭാഗത്തെ ഏറ്റവും കൂടുതൽ മെജോറിറ്റിയുമായിട്ട് നിന്നപ്പോൾ കുറച്ച് മുസ്ലിം സീറ്റും ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സീറ്റ് മുസ്ലിം ലീഗിനും ഭൂരിപക്ഷത്തോടെ നേടാൻ സാധിച്ചു. മുസ്ലിം വോട്ടുകൾ ലഭിച്ചു. അപ്പോൾ 46 തന്നെ ക്യാബിനറ്റ് മിഷൻ വന്നു. എങ്കിലും അത് അത്രക്കൊന്നും രണ്ടും ഒന്നിച്ചു നിർത്താൻ സാധിച്ചില്ല. കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയൊക്കെ ഒരു ഫെഡറൽ സംവിധാനം അംഗീകരിക്കുന്നതിലൊക്കെ അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രാവശ്യങ്ങൾക്ക് സ്വയം ഭരണ അവകാശം നൽകി. അപ്പോൾ അതുകൊണ്ട് ജിന്ന ഇത് ഡിമാൻഡ് പാകിസ്ഥാൻ വേണമെന്നാവശ്യപ്പെട്ടു. അപ്പോൾ 16 ഓഗസ്റ്റ് 1946 ഒരു കലാപം കൽക്കട്ട, ബംഗാൾ, ബീഹാർ, പഞ്ചാബിലെ പല പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കലാപങ്ങളുണ്ടായി. അങ്ങനെ 1947 ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭു അദ്ദേഹം അത് കൈമാറി. ഹി കോൾ ഫോർ one last round of talk, and when talk were inconclusive, he announced India would be free and it will be divided. ഒരു പ്രാവശ്യം കൂടി ലാസ്റ്റ് അദ്ദേഹം ഒന്ന് അറ്റൻഡ് ചെയ്തു. രണ്ടായിട്ട് വിഭജിക്കേണ്ട എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും. പക്ഷെ അത് പരാജയപ്പെട്ടതോടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രവും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രവും ഉണ്ടായി. 1947 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇതാണ് മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, സോൾട്ട് സത്യാഗ്രഹ എല്ലാം കൂടി പറയേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്.